നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഡിസ്കഷൻസിൻ്റെ ശരിയായിട്ടുള്ള ആ വ്യാപ്തി മനസ്സിലാക്കുന്നത് നമ്മൾ റെഗുലറായിട്ട് സാധന ചെയ്യുമ്പോഴാണ്. അതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ മാൻ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ സാധ്യത, ഇന്നർ പൊട്ടൻഷ്യൽ, അത് കൂടുതൽ 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 മാനിഫെസ്റ്റ് ചെയ്യും. ആ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അഡൾട്ടറേഷൻ സംഭവിക്കരുത്. അഡൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയോ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിൻ്റെ പരിശുദ്ധി പോകുന്നത്, ആ പ്യൂരിറ്റി പോകുന്നത്. അപ്പം നമ്മളിവിടെ പ്യൂരിറ്റി എന്നുള്ളൊരു തത്വം വരുന്നു. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ യമങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തത് നിയമങ്ങളാണ്. അപ്പം അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ശൗചം, പ്യൂരിറ്റി. പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് തന്നെയായിട്ട് പ്യൂറായിട്ട് ഒഴുകുക, അവിടെ കൂട്ടിച്ചേർക്കലില്ല. എന്താണ് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ആ ഫ്ലോ, അതിൽ
ഈഗോ ഇടപെട്ടിട്ട് ഈഗോ തൻ്റെ സൃഷ്ടികൾ ചേർക്കുമ്പോൾ അത് ഇമ്പ്യൂർ ആയിട്ട് മാറും. ചാരുജി മഹാരാജ് ഉദാഹരണം പറയാറുണ്ടല്ലോ, പാല് പ്യൂറാണ്, വെള്ളവും നല്ലതാണ്, പാലും വെള്ളവും കൂടി മിക്സ് ചെയ്താലോ അതിന് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, കൂട്ടിക്കലർത്താതെ ഇരിക്കുക. നമ്മളുടേതായിട്ടുള്ള ഒരു പൊല്യൂഷൻ അതിൽ കൊണ്ടുപോകാതിരിക്കുക. പ്യൂരിറ്റി വീവ്സ് ഡെസ്റ്റിനി എന്ന് ദാജി പലപ്പോഴുമായിട്ട് പറയാറുണ്ട്. നമ്മുടെ ഭാഗതയത്തെ നിർമ്മിക്കുന്നത് പരിശുദ്ധിയാണ്, മനസ്സിന്റെ പരിശുദ്ധി. പരിശുദ്ധമായിട്ടുള്ള ആ ഫ്ലോ, ഒറിജിനൽ ഫ്ലോ, അതേ പരിശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ, ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ ഒഴുകാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ആ യൂണിവേഴ്സൽ ഋതത്തിലാണ് നിൽക്കുന്നത്. ഈ പ്രപഞ്ചം ആ യൂണിവേഴ്സൽ ഋതത്തിലാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അറിയാം, അവിടെ ഒന്നും ഒന്നിനെയും പൊല്യൂട്ട് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സൈക്കിളാണ്. ഒരു ചെടി വളരുന്നു, മരമാകുന്നു, അതിൻ്റെ ഇലകൾ പൊഴിയുന്നു, ബാർക്ക് വീണ് വീണ് പോകുന്നു, ഒരു ദിവസം ആ മരം തന്നെ വീഴുന്നു, മഴ പെയ്യുന്നു, മണ്ണ്, നാച്ചുറലായിട്ട് ഒഴുക്ക്, പുഴ ഒഴുകുന്നു, കടലിലേക്ക് പോകുന്നു, ജീവജാലങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു. അവരൊന്നും അവരുടേതായിട്ടുള്ള അഡീഷൻ ഇല്ല. പ്രകൃതി അതിൻ്റെ താളത്തിൽ പോകുന്നു, ജീവജാലങ്ങളെല്ലാം അതിൻ്റെ താളത്തിൽ തന്നെ ഋതത്തിൽ പോകുന്നു. അവരതിനൊന്നും എതിർക്കാൻ ശ്രമിക്കുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നു, നാച്ചുറലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് നാച്ചുറൽ ഋതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രപഞ്ച നിയമങ്ങളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, നിസ്വാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്യുവറായിട്ട് മാറുക. ഞാൻ ഇടപെടുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ എൻവയൺമെന്റൽ പൊല്യൂഷനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. എൻവയൺമെന്റൽ പൊല്യൂഷൻ, വേസ്റ്റൊക്കെ പുഴയിൽ ഒഴുക്കുക, പുക എയറിനെ പൊല്യൂട്ട് ചെയ്യുക, പിന്നെ ശബ്ദ മലിനീകരണം, നോയ്സ് പൊല്യൂഷൻ. ആരാധനാലയങ്ങളിൽ നിന്നുള്ള നോയ്സ് പൊല്യൂഷൻ തന്നെയാണ്. കാരണം ആൾക്കാർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അടുത്തുള്ള ഈ തരത്തിലുള്ള ദേവാലയങ്ങളിൽ നിന്നുള്ള ശബ്ദം കാരണം നമുക്ക് രാവിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ മൃഗങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ ഒച്ചപ്പാടും ബഹളവും, പടക്കമൊക്കെ പൊട്ടിക്കുന്നു. എത്ര ഡിസ്റ്റർബൻസ് ആണ് വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പടക്കം പൊട്ടിക്കുമ്പോൾ മൃഗങ്ങളെ നോക്കിയാൽ മതി, അവരെത്ര വേദനിക്കുന്നത്, ചെവിയൊക്കെ വേദനിക്കും. നമ്മൾ അവിടെ നമ്മുടെ ഇൻട്രസ്റ്റ്, പ്രകൃതിയുടെ ഇൻട്രസ്റ്റിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്വഭാവം അതല്ല. അതിനാണ് ആസുര സ്വഭാവം എന്ന് പറയുന്നത്. വേറെ ആരെയെ പറ്റി ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, എന്നിട്ട് അതിന് നിയമങ്ങൾ ഉണ്ടാക്കുക. പുഴ ഒഴുകുന്ന വഴിയിൽ മണ്ണിട്ടിട്ട് അവിടെ പാലം പണിയുക, അല്ലെങ്കിൽ വീട് വെക്കുക, കടലിന്റെ നടുവിൽ വീട് വെക്കുക, എന്നിട്ട് വെള്ളപ്പൊക്കം എന്ന് പറയും. വെള്ളമുള്ള സ്ഥലത്ത് വെള്ളപ്പൊക്കലേ ഉണ്ടാവുള്ളൂ. മാർഷി ലാൻഡ്സ് ഉണ്ട്, മാർഷി ലാൻഡ്സ് ഒക്കെ മണ്ണിട്ട് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു, വെള്ളം പോകാൻ സ്ഥലമില്ലാണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത്. മലയിൽ നിന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട്, മരങ്ങളൊക്കെ മാറ്റിയിട്ട് റോഡ് പണിയുന്നു. എന്നിട്ട് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നു. പ്രകൃതി ക്ഷോഭിക്കുന്നില്ല, അതിനെ കറക്റ്റ് ചെയ്യണം. നമ്മൾ ഈ തരത്തിലുള്ള പൊല്യൂട്ടിങ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരുമ്പോൾ അവിടെ കറക്ഷൻ വേണ്ടി വരികയാണ്. ഒരു സ്കൂളില് കുട്ടികൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടി വരികയാണ്. ഇല്ലെങ്കിൽ അവിടെ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നാച്ചുറലായിട്ട് വരുന്ന. നമ്മൾ ദഹിക്കാത്ത ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഛർദ്ദിച്ച് പുറത്തേക്ക് പോകണം, കാരണം നമുക്കത് യോജിച്ച സാധനമല്ല. ഇതാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്വാർത്ഥത കാരണം ഉണ്ടാക്കുന്നതാണ് ഈ പൊല്യൂഷൻ. പിന്നെയുള്ളത് ഹയർ പൊല്യൂഷൻ, തോട്ട് പൊല്യൂഷനാണ്. നമ്മൾ നമ്മുടെ മാധ്യമങ്ങളെയെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, ഗോസിപ്പുകൾ പറഞ്ഞേക്കുക, നമുക്ക് ശരിക്കും സത്യമാണോ എന്നറിയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുക. ഒരിക്കല് പ്ലാറ്റോനോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഒരു കാര്യം പറയാറുണ്ട് പ്രഭു. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞു, ഒരു കാര്യം നീ ആദ്യം ശ്രദ്ധിക്കണം, ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റ് ചെയ്തു. അപ്പൊ എന്താണ് ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റ്? ആദ്യം ചിന്തിക്കേണ്ടത്, നീ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ, നിനക്ക് ഉറപ്പുണ്ടോ? പൂർണ്ണമായിട്ട് സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പില്ല.
രണ്ടാമത്തത്, ഈ പറയുന്നത് കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനം എന്ന് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ടുള്ള ഉയർച്ച ലഭിക്കുമോ? എന്നെ അത് നേർവഴിക്ക് നയിക്കുമോ? അപ്പൊ അത് ഇല്ല. നിനക്ക് വല്ല പ്രയോജനം ഉണ്ടോ? നിനക്കത് പറഞ്ഞുകൊണ്ട് നിനക്ക് മാനസികമായിട്ട് ഉയർച്ച ഉണ്ടാവും? നീ നന്നാവാൻ പോവാണോ? അതോ നീ തളരുകയാണോ? നീ എന്തോ വേണ്ടാത്തത് പറഞ്ഞ് തളരുകയാണോ? അതും ശരിക്കും അറിയില്ല. ഈ 3 കാര്യങ്ങളിൽ നോ 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 എന്ന് പറഞ്ഞാൽ നീ എന്തിനാ കാര്യം എന്നോട് പറയുന്നത്? നീ പറയണ്ട. അതാണ് ട്രിപ്പിൾ ഫിൽട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു കറക്ഷൻ കൊണ്ടുവരണം. നമ്മൾ എന്തൊരു കാര്യം പുറത്തേക്ക് പോകുമ്പോഴും നമ്മളിലൂടെ ഫിൽട്ടർ ചെയ്യണം. നമുക്കൊരു ബുദ്ധിയുണ്ട്, ബോധം. ആ ബുദ്ധിയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിവിടെ ചെയ്യണോ ചെയ്യണ്ടേ. അനുദ്വേഗകരം വാക്യം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായാഭ്യസനം ചെയ്വ മാനസം തപ ഉച്യത. ഇപ്പൊ തപത്തിനെ കുറിച്ചിട്ടും സ്വാധ്യായത്തിനെ കുറിച്ചിട്ടും ഇനി പരാമർശിക്കും, ഇനി വരാൻ പോകുന്ന ഡിസ്കഷൻസ്. അനുദ്വേഗകരം വാക്യം, നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കുക. സത്യമായിരിക്കാം, നമുക്കിപ്പോൾ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ, പക്ഷേ പൂർണ്ണമായിട്ടുള്ള സത്യമാണോ? ഒരു രോഗി വന്ന് ചോദിക്കുക, ഡോക്ടർ എൻ്റെ രോഗം മാറും, ഇനി മാറില്ല, ഇതിന് ചികിത്സയൊന്നുമില്ലായിരുന്നു, എന്തായാലും ഗുണമുള്ളത്? ഒരു പ്രയോജനമില്ല. എല്ലാത്തിനും ഒരു ചികിത്സയുണ്ട്, ഈശ്വരനുമായിട്ടുള്ള യോജിപ്പ്. അത് നൽകാൻ പറ്റുന്ന നല്ല എത്തിക്ക് പറഞ്ഞേക്കുക, നിനക്ക് വേറെ മാർഗങ്ങളുണ്ട്, നമുക്ക് അത് സ്വീകരിക്കാം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ. ശരീരത്തിന്റെ തലത്തിൽ മാത്രമല്ല ട്രീറ്റ്മെന്റ്, മനസ്സിന്റെ തലത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. മനസ്സിനെ ഉയർത്തുക എന്നുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞൊരു ഡോക്ടർ ആണ് ഈ ഒരു ചോദ്യം ഉയർത്തുന്നത് വെച്ചാൽ എന്തൊരു ഡിഫറെന്റ് ആയിരിക്കും കണ്ടീഷൻ. അവിടെ ചികിത്സയുണ്ട്, ശരിക്കുള്ള ചികിത്സയുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള മനസ്സിനെ അതിന്റെ പൂർവ്വതയിലേക്ക് നയിക്കുക. അപ്പൊ എല്ലാ വിഷമങ്ങളും മാറില്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പാർഷ്യലായിട്ട് തരത്തിലുള്ള അറിവ് കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ പൊല്യൂഷൻ കൊണ്ടുവരികയല്ലേ. മനുഷ്യന് അത്രയും സ്വാർത്ഥ തലത്തിൽ പെരുമാറേണ്ട ഒരാളല്ല. മനുഷ്യർ കാര്യങ്ങൾ അറിയാം, മനസ്സുയർത്തലാണ് എൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് അറിയാം. അപ്പൊ അത് അറിയുന്ന ഒരു മനുഷ്യൻ ഹ്യൂമെയിൻ ആയിട്ട്, ഡിവൈൻ ആയിട്ട്, സ്നേഹം റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ഈ പൊല്യൂഷൻ മാറിയിട്ട് നമുക്കെപ്പോഴും പുറത്തിറങ്ങുമ്പോൾ, ഇപ്പൊ കുട്ടിയെ കോളേജിൽ അയക്കുമ്പോൾ പേടിയാണ്, ചീത്ത കൂട്ടുകെട്ട് പെടുവോ, അവൻ വേണ്ടാത്ത കാര്യങ്ങൾ പഠിക്കുകയോ, അത് കൂടുതൽ കൂടുതൽ കാണുന്നുണ്ട്. അവിടെ എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്? കൂട്ടുകാരെയോ അന്തരീക്ഷത്തിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം അങ്ങനെയാണ്, ലോകം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നന്നായിക്കൂടെ? നമ്മൾ അത്രയും പ്യൂർ ആവുക, പ്യൂരിറ്റീനെ റേഡിയേറ്റ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ആവും. കൊതുകുകൾ അസുഖങ്ങൾ പരത്തുന്ന പോലെ ഈ നോയിസ് പൊല്യൂഷൻ നമ്മുടെ മനസ്സിനെ തളർത്തുന്നത് പോലെ നേരെ എതിരെ. എൻ്റെ മനസ്സ് അത്രയും പ്യൂറാണ്, ഞാൻ അത്രയും സെൻറ്റർഡ് ആണ്, ഞാൻ ലോകത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ പ്യൂരിറ്റി വർഷിക്കും. തൊടുന്നതിനെല്ലാം പൊന്നാക്കും, തൊടുന്നതിനെല്ലാം ഡിവൈനൈസ് ചെയ്യും, കാണുന്നതെല്ലാം ഡിവൈനൈസ്ഡ് ആവും, ചെല്ലുന്നിടത്തൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളാവും. അതാണ് മഹാത്മാക്കളെ പറ്റി പറയുന്നത്. ആ തരത്തിലെ മഹാത്മാക്കളായിക്കൂടെ നമുക്ക്? മഹാത്മാവെന്ന് പേര് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ഹമ്പിളായിട്ട്, സെൻറ്റേർഡ് ആയിട്ട്, ശരിക്കുള്ള വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ലഭിച്ചിട്ട ഒരാളാണ് ശരിക്കുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തി, മഹാത്മാവ്. അത് ആരും അറിയുന്നുണ്ടാവില്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആവും. ഇൻസിഗ്നിഫിക്കൻസ് ആണ് മഹാത്മാവിന്റെ ലക്ഷണം, അറിയപ്പെടില്ല. പക്ഷേ ചെല്ലുന്നിടത്തൊക്കെ ആ ട്രാൻസ്ഫോർമേഷൻ. സഹജമാർഗത്തിന്റെ 9ാമത്തെ പ്രമാണം പറയുന്നത് മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക. അത് പോസിറ്റീവ് വെക്ടേഴ്സ് ആവും. അപ്പോൾ പിന്നെ നെഗറ്റിവിറ്റിയുടെ പ്രശ്നമില്ല. നിങ്ങൾ കുട്ടികൾ ധൈര്യമായിട്ട് കോളേജിൽ അയക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ പോയിട്ട് അവിടെ നന്മ മാത്രമേ നൽകുള്ളൂ. അവിടെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. തൊടുന്നതൊക്കെ ശുദ്ധമാക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് തൊട്ടാൽ അശുദ്ധമാവുന്നതാണ്. എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്? സ്പർശിക്കുന്നതൊക്കെ ശുദ്ധമാക്കുന്ന മനുഷ്യൻ, സ്പർശിക്കാതെ കൈകൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് സ്പർശിക്കുന്നത്, പ്രസൻസ് കൊണ്ട് സ്പർശിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ലോകത്തിൽ. അപ്പോൾ പിന്നെ ശൗചം അതിൻ്റെ ഹയസ്റ്റ് ലെവൽ, പ്യൂരിറ്റി. ശൗചം നിയമത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ആ തരത്തിലൊരു പ്യൂരിറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ്, സഹജമാർഗത്തിൽ ക്ലീനിങ് എന്നുള്ള ഒരു ഭാഗം, ശുദ്ധീകരണം. എല്ലാ ദിവസവും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ശുദ്ധീകരണം. നമ്മൾ അതിനെക്കുറിച്ച് ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഈ സെഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ശുദ്ധീകരണം പ്രാക്ടീസ് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, മനസ്സിനെ പ്യൂരിറ്റിയുടെ ആ തരത്തിൽ കണക്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ ലോകത്തിൽ എൻ്റെതായിട്ടുള്ള ഇമ്പ്യൂരിറ്റി കൊണ്ടുവരില്ല, സ്വാർത്ഥത കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങും. ചിന്തയും വാക്കും പ്രവൃത്തിയെല്ലാം ആ തരത്തിൽ ഡിവൈനൈസ്ഡ് ആയിട്ട് തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശൗചം എന്ന് പറയുന്നത് നാച്ചുറലാവും.
അപ്പൊ ശരിക്കും ഇതെല്ലാം തുടങ്ങേണ്ടത് ഉള്ളിൽ നിന്നാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.